So, hello guys, Welcome back to Maths Maths at at 360 360 degree with Sonia സോണിയ. and Elvis. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? Guys, ഇന്നലെ നമ്മൾ കാർഡ്സ് വെച്ച് കുറച്ച് എന്താ പറയാ മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോയിൽ ചെയ്യുകയും ഒരു ക്വസ്റ്റ്യൻ കമന്റ് ആയിട്ട് നിങ്ങളോട് ഉത്തരം പറയാനായിട്ട് പറഞ്ഞിരുന്നു. 2-3 പേര് ആൻസർ പറഞ്ഞു അല്ലേ? ഒരു 3-4-5 പേര് കമന്റ് ബോക്സിൽ ആൻസർ തന്നിട്ടുണ്ട്. 3/30 is the correct answer. അത് കമന്റിൽ വന്നിട്ടുണ്ട്. അപ്പം അതില് ആൻസർ കറക്റ്റ് ആയി പറഞ്ഞു തന്ന ഒരാള് തന്നെ നമ്മുടെ വീഡിയോയിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ചെറിയൊരു മിസ്റ്റേക്ക് അല്ല, നമ്മൾ ചെയ്ത രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ ഉത്തരം തെറ്റാണ്. നമ്മൾ ചെയ്തത് തെറ്റാണ്. പറഞ്ഞു തന്നു, പക്ഷെ കമന്റിലൂടെ ആൾ അറിയിച്ചിട്ടില്ല. കാരണം അത് തെറ്റാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാല് പ്രോബ്ലം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും പിന്നെ അത് വീഡിയോയിലേക്ക് വന്നപ്പോൾ അത് പെട്ടെന്ന് എന്താ പറയാ ക്വസ്റ്റ്യൻ അങ്ങ് മാറിപ്പോയി. ആ ഒരു രീതിയിൽ ഞാൻ ഓൾറെഡി എന്താ പറയാ എന്റെ മനസ്സിലൊരു ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ആൻസർ അങ്ങനെ അങ്ങ് പറഞ്ഞു. ഞാനും തെറ്റിച്ചു, എന്റെ ടീച്ചറും അത് തെറ്റിച്ചു. ശ്രദ്ധിച്ചില്ല. അപ്പം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അറിയാം, കണക്ക് പരീക്ഷ കഴിഞ്ഞ് പേപ്പർ കിട്ടുമ്പോ നമുക്ക് മാർക്ക് ഇല്ലാതെ നമ്മൾ പോയി മാർക്ക് മേടിക്കുന്ന പരിപാടിയുണ്ട്. അത് തന്നെ ടീച്ചർമാരുടെ അടുത്ത് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരും. അപ്പം എന്താ പറയാ ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഇന്ന് കൺവേ ചെയ്ത് തരുന്നതായിരിക്കും. ആ ഒരു ചോദ്യം എന്തായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ആ ചോദ്യം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് തിരിയും. ഇന്നലെ വീഡിയോ കാണാത്തവരാണ് ഇന്ന് ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക കേട്ടോ. അപ്പൊ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു. 36 കാർഡ്സ് എടുത്തു. അത് ഏത് കാർഡ്സ് എടുക്കുന്നത്? നമ്പർ കാർഡ്സ് മാത്രം എടുത്തു. നമ്പർ കാർഡ്സ് മാത്രം എടുത്തിട്ട് അതിന്റെ അകത്തുനിന്ന് ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്യുമ്പം എനിക്ക് മീൻസ് അതിന്റെ അകത്ത് അത് റെഡ് കാർഡ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. ചോദ്യം ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം ഡിനോമിനേറ്റർ എന്തായാലും 36 തന്നെ ആയിരിക്കും. ഡിനോമിനേറ്റർ എന്തായാലും 36 ആയിരിക്കും. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് റെഡ് കാർഡിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പർ കാർഡ്സ് അതായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഇവിടുത്തെ 32 അല്ല 36. ഇന്ന് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുവല്ലേ. ഓക്കെ, അപ്പൊ 26/36 എന്ന് സിമ്പിൾ ആയിട്ട് എഴുതി നമ്മൾ ആൻസർ പറഞ്ഞിരുന്നു. പക്ഷെ അത് പൊട്ടത്തെറ്റാണ് അല്ലെ? ഡിനോമിനേറ്റർ എന്തായാലും കറക്റ്റ് ആണ്. ഡിനോമിനേറ്റർ കറക്റ്റ് ആണ്, പക്ഷെ ന്യൂമറേറ്റർ കൂടെ കറക്റ്റ് ആയാലേ നമ്മുടെ ഉത്തരം ശരിയാവും അല്ലെ? അപ്പൊ അതെങ്ങനെയാ ശരിയാക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു റെഡ് കാർഡിന്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഈ നമ്പർ കാർഡ്സ് എന്ന് പറയുന്നത് 2 തൊട്ട് 10 വരെയുള്ള നമ്പറുകൾ മാത്രമാണ് ഈ നമ്പർ കാർഡ്സിൽ വരുന്നത്. ഏതൊക്കെ? ഏസ് കാർഡും ഫേസ് കാർഡും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഏസ് കാർഡില് 2 റെഡ് കളറിലുള്ള കാർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫേസ് കാർഡില് 2 ബ്ലാക്ക് കളറിലുള്ള കാർഡും ഉണ്ടാവും ഏസ് കാർഡില്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഈക്വൽ ടു ഇത് ഇംപ്ലൈസ് 2+2. 2 റെഡും 2 ബ്ലാക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ KQJ ഓരോ സിമ്പലില് വരുമ്പം KQJ ഞാനിപ്പം ബ്ലാക്കാ പിടിച്ചേക്കുന്നത്. ബ്ലാക്കില് 6 എണ്ണം, അതേപോലെ റെഡില് 6 എണ്ണം, അങ്ങനെ ടോട്ടൽ 6+6 റെഡ് ബ്ലാക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ 26 റെഡ് കാർഡിൽ നിന്ന് ആരെയൊക്കെ ഒഴിവാക്കണം? ഇവിടെയുള്ള റെഡ് കാർഡിനെയും ഇവിടെയുള്ള റെഡ് കാർഡിനെയും ഒഴിവാക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ടോട്ടൽ എത്ര കുറയും? ഞാൻ എന്താ ഇവിടെ 26ന്ന് ആരെയൊക്കെ ഒഴിവാക്കണം? ഇവിടെ നിന്ന് ഒരു 2 റെഡ് കാർഡിനെ ഒഴിവാക്കണം. പിന്നെ ഇവിടെ നിന്ന് ആരെ ഒഴിവാക്കണം? 6 റെഡ് കാർഡിനെ ഒഴിവാക്കണം. ഡിവൈഡഡ് ബൈ 36. അപ്പൊ ആൻസർ എത്ര വരും? 26 - 8 ഡിവൈഡഡ് ബൈ 36. ദാറ്റ് ഈസ് 18/36. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/2. സോ ഇതാണ് പ്രോബബിലിറ്റി. കറക്റ്റ് ആൻസർ വരുന്നത് 1/2 ആണ്. ഇനി ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുത്തേക്കാം അല്ലെ? ഓക്കെ, ഒരു സിമ്പിൾ ചോദ്യം കൂടി അങ്ങ് ചോദിച്ചേക്കാം. അപ്പൊ സിമ്പിൾ ചോദ്യം ഇതാണ്. ഞാൻ ഇതിന്റെ അകത്തുനിന്ന് ഈ 52 കാർഡിൽ നിന്ന് 26 റെഡ് കാർഡ് എടുക്കുകയാണ്. 52 കാർഡിൽ നിന്ന് 26 റെഡ് കാർഡ് മാത്രമാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. അതിന്റെ അകത്തുനിന്ന് ഒരു കാർഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് ആ കാർഡ് ഏസ് കാർഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? കാര്യം ക്ലിയർ ആണല്ലോ?
എന്ത് ചെയ്യുന്നു? 26 റെഡ് കാർഡുകൾ മാത്രമാണ് കയ്യിലുള്ളത്. ഏസ് കാർഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഉത്തരം കമന്റിലൂടെ അറിയിക്കാം. ഇതേപോലുള്ള മനുഷ്യന്മാരാണ്, ഇതേപോലുള്ള തെറ്റുകൾ വരാം, തെറ്റുകൾ തിരുത്തുന്നിടത്താണ് കാര്യം അല്ലെ? ഓക്കെ, ഞങ്ങള് തിരുത്തി. ഇനി ഞങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുമ്പോൾ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു സർപ്രൈസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക. ഇതാദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കാണാം അല്ലെ. ഞങ്ങളൊരു സിനിമയ്ക്ക് പോയ കഥ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതെ, രേഖാചിത്രം സിനിമ കണ്ട കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോസ് എല്ലാം പുറകോട്ട് എന്ന് എടുത്ത് കാണുക. അതുപോലെ പഠിക്കുന്ന +1 +2 ഡിഗ്രി കുട്ടികളൊക്കെ തീർച്ചയായിട്ടും എന്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയാൽ ഡിഗ്രി ക്ലാസ്സസിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഡിഗ്രി +2 +1 എക്സാമുകളുടെ മാത്സ് ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി ടിപ്സ്, അങ്ങനെ കുറെ അധികം PSC ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എടുത്ത് കാണുക അല്ലെ. എല്ലാം എടുത്ത് കാണുക, നമ്മുടെ കൂടെ ഉണ്ടാവുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോ കാണാം. ബൈ ബൈ.